ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമ്മൾ നോർമലി മോർണിംഗ് വ്ളോഗ് എന്ന് പറയണത് ചെയ്യാറേ ഇല്ല, കാരണം നമുക്ക് ഒരിക്കലും സമയം കിട്ടാറില്ല. പക്ഷെ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഭയങ്കരമായിട്ട് ഉഴപ്പാണ്. കുറേ സമയം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു രാവിലെ എന്തായാലും ഓഫീസിൽ പോകണേലും മുന്നേ മോർണിംഗ് വ്ളോഗ് എടുത്തേ പറ്റും, എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം. കാരണം എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത് നമ്മളുടെ കായ്ച്ച് നിൽക്കണ എന്താ പറയുക നമ്മുടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എല്ലാതും കാണിക്കാം എന്ന്. പക്ഷേ സമയം കിട്ടാറില്ല എന്ന് പറയാൻ പാടില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ ഉച്ച തിരിഞ്ഞ് വരുമ്പോഴേക്കും എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവുമല്ലേ, അപ്പോൾ ലൈറ്റും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും രാവിലെ ഇന്ന് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മളുടെ കൊത്തമര ഇങ്ങനെ വാടി തളർന്ന് കിടക്കുകയാണ്. കൊത്തമര കുറച്ചധികം ഭാവി ഉണ്ടായിരുന്നു, പക്ഷേ അത്ര നല്ല തൈക്കളായി കിട്ടിയത് ഒരു 3-4 എണ്ണം മാത്രമാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗിലുള്ളതൊന്നും ഉഷാറായിട്ടുണ്ട്, പക്ഷേ ആളിങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ആൾക്ക് എന്തായാലും ഒരു സപ്പോർട്ട് കൊടുക്കണം. കുറേ ദിവസങ്ങളായി ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇന്നാണ് അതിന് സമയം വന്നത്. അപ്പോൾ വടിയൊന്നും നോക്കിയിട്ട് കാണാനില്ല. അപ്പോൾ നമ്മളുടെ അലുമിനിയം ചാനൽ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളുടെ തക്കാളികൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കുകയാണ്. അതാണ് നമ്മളുടെ ആദ്യത്തെ പണി ഇപ്പോൾ ചെയ്യാൻ പോണത്. വിചാരിച്ച പണിയല്ല ചെയ്യണത് എന്നാലും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കണ്ടോ ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് അലുമിനിയം ഇതാവുമ്പോൾ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം, കാരണം ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ പ്രശ്നം. അപ്പോൾ എപ്പോഴും ഞാൻ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളികൾക്കെല്ലാം ഞാൻ ഈ അലുമിനിയം ചാനൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് നല്ല സ്ട്രോങ് ആണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് നന്നായി പോവുകയും ചെയ്യും. നന്നായി അങ്ങനെ നമ്മൾ മൂർച്ചയുള്ള ഇതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെടി വെച്ച് മൂടി കൊടുക്കും. അപ്പോൾ നമ്മുടെ കയ്യോ അങ്ങനെയൊന്നും തട്ടില്ലല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെണ്ടക്കായൊക്കെ ഒരുവിധം മൂത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി മൂത്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മൂത്തത് നിൽക്കുന്നുണ്ട് കേട്ടോ, ഉണക്കാനായിട്ട് വെച്ചത്. ചിലപ്പോൾ മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് പൊട്ടിക്കില്ല, അതെന്തായാലും ഉണങ്ങട്ടെ എന്ന് വയ്ക്കും. അപ്പോൾ ഒരുവിധമായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 10 തൈ വെണ്ട തൈ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കടക്കയിൽ നിന്ന് ഒന്ന് വെച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ മൂത്ത കുരുക്കൾ കിട്ടുമ്പോൾ അവരെയും ഒന്ന് നട്ട് കൊടുക്കണം മതിയെന്ന്. പക്ഷെ അത്ര നന്നാവുമെന്ന് എനിക്കറിയില്ല, കാരണം നമ്മൾ ഈ വാങ്ങിക്കണത് ഹൈബ്രിഡ് തൈകളാണല്ലോ. അപ്പോൾ അത് പിന്നെ നമ്മൾ ഈ കാണിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തക്കാളി ഉണ്ട്. പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, വയലറ്റ് മുളക്. അപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കായ ഉണ്ടാവും, ഇത്രയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ കൊലകളിൽ അത്ര അധികം ഇല്ല, 2-3 ആണുള്ളൂ. അപ്പോൾ പക്ഷെ നല്ല തക്കാളിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. ഉഷാറോടുകൂടിയാണ് നിൽക്കണം. നല്ല സ്ട്രെങ്ത് ഉള്ളതാണ്. ദൈവമേ, ഞാൻ തന്നെ കണ്ണിട്ടിട്ട് ഇത് ഇനി നാളേക്ക് അങ്ങനെ ഉണങ്ങി പോവുകയാണാവോ. പിന്നെ നമ്മൾ ഈ മഞ്ഞപ്പൊടി ഇങ്ങനെ തൂക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കുന്നത്. അതിങ്ങനെ പ്രാണികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വെയിലാണല്ലോ, അപ്പോൾ മഴ പെയ്താൽ മഞ്ഞപ്പൊടി മൊത്തം പോവും. പക്ഷേ വെയിലായതുകൊണ്ട് ഇതാണ് നമ്മുടെ സുന്ദരി. ഞാൻ പറഞ്ഞില്ലേ വയലറ്റ് മുളക്, ഇത് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാവുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ് ഈ വയലറ്റ് മുളക്. പക്ഷേ എനിക്ക് സത്യം പറയാലോ, ആരൊക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്തൊക്കെ എന്താ പറയുക, കറിയിലൊക്കെ ഇടാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. ഇത് ഇരിക്കുന്ന കണ്ടിട്ട് കണ്ടില്ലേ, എന്താ ഞാവൽപ്പഴമോ മുന്തിരിയൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. ഇതിന് സ്വതവേ മിളക് ഞാൻ വെച്ചുണ്ടാക്കിയ മിളകുണ്ടായാൽ തന്നെ എനിക്ക് പറിക്കാൻ ഭയങ്കര മടിയാണ്. ഞാനത് ചുമപ്പായി അത് അത്രയും അവിടെ നിർത്തും. എന്നിട്ടാണ് ഞാൻ ഒരിക്കലും പൊട്ടിച്ച് വയ്ക്കാറില്ല. ആവശ്യത്തിന് പിശുക്കി വന്നിട്ട് എടുക്കുക ചെയ്യാറുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ ഈ വയലറ്റ് മുളകിനെ എന്താ ചെയ്യാന്നറിയില്ല. നോക്കണം, ഈ യൂട്യൂബിൽ തന്നെ നോക്കണം ഈ വയലറ്റ് മുളക് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും പൊട്ടിക്കില്ല, കാരണം ഇത് പഴുത്ത് കഴിഞ്ഞാൽ അതിന് കളർ എന്താവും എന്ന് അറിയണ്ടേ. പിന്നെ ഈ മുളക് കണ്ട, ഇതും നമ്മുടെ ന്യൂട്രീഷൻ കാർഡിൽ നിന്ന് കിട്ടിയ മുളകാണ്. ഇത് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കണ്ട, ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. ഈ മുളകും എനിക്ക് ആദ്യമായിട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇത് നമ്മൾ സാമ്പാർ മുളക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ്. സാമ്പാർ കഷ്ണങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ മുളക് കിട്ടാറുണ്ട്. ഞാൻ മിക്കപ്പോഴും നമ്മൾക്ക് ഇവിടെ ഉണ്ടാവുന്നത് മറ്റേ കടലാസ് മുളകില്ലേ, വൈറ്റും, പിന്നെ നമ്മളുടെ സിറ മുളകില്ലേ, നമ്മൾ നോർമൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പച്ചമുളക്, അതും ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അത് അക്വപോണിക്സിലും ഉണ്ടാവാറുണ്ട്, ഇവിടെ സാധാരണ മണ്ണിലും ഉണ്ടാവാറുണ്ട്. ഇത് പിന്നെ നമ്മളുടെ കുറച്ച് കോളിഫ്ലവറും കാബേജും ആണ്. കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും നമ്മളുടെ പുഴുക്കൾ വന്ന് പെട്ടിട്ടുണ്ട്. ഇലകൾ കണ്ടാൽ അറിയാം, ചില ഇലകളുമൊക്കെ ഉണ്ട്. ഞാൻ
അതായത് നമ്മുടെ ചക്കി ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ചക്കിയാണ് എൻ്റെ സെക്യൂരിറ്റി. ഇപ്പോൾ പണ്ടൊക്കെ മില്ലിയായിരുന്നു, ഇപ്പം മില്ലി അമ്മച്ചിയായി. അപ്പോൾ അവൾ ഭയങ്കര മടിച്ചിയായി, ഇപ്പോൾ ഭയങ്കര ഉറക്കാൻ. എനിക്ക് തോന്നുന്നു ഭയങ്കര ക്ഷീണമാണ് കുട്ടിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വേറൊരു തക്കാളിയാണ് ഗ്രോ ബാഗിലുള്ളത്. അതും ഇങ്ങനെ എന്താ പറയുക, ഇവർ 4 പേരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. തക്കാളി ഉണ്ടായി തുടങ്ങി. ഇനിയൊരു ചട്ടിയിലൊരു 4 എണ്ണം ഉണ്ട്. അവർ പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. പൂത്തിട്ടുണ്ട്, കായ വെച്ചിട്ടില്ല. അപ്പോൾ അവരെ ഒന്ന് സെറ്റാക്കണം. സെയിം ഒരുമിച്ച് വെച്ച് തന്നെയാണ്, പക്ഷേ അവരുടെ എനിക്ക് തോന്നുന്നു വെയിലിൻ്റെ പ്രശ്നം, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവരുടെ. അപ്പോൾ ഇവരെല്ലാവരും നല്ല വെയിലത്താണ് നിൽക്കണം, ഈ 4 പേരും. പക്ഷെ അവർ അത്ര വെയിലില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്ലോ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ മുളക് പാടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, ഈ മുളകുകളൊക്കെ എത്ര പെട്ടെന്നാണെന്നറിയാം വലുതായത്. ഇത് നമ്മുടെ കടാസ് മുളകാണ്, നമ്മുടെ റംബൂട്ടാൻ്റെ കടക്കിലാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ചുറ്റുമുള്ളത് മൊത്തം ന്യൂട്രീഷൻ ഗാർഡനിൽ കിട്ടിയ മുളകുകളാണ്. ഇതെല്ലാം നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ആ ഒരു ടൈപ്പ് മുളകുകളാണ്. ഇവർക്ക് കായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആ സൈഡിൽ ഇപ്പോൾ നോക്കണില്ലേ, അതൊക്കെ പയറുകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതുമൊന്നും അത്യാവശ്യം പയറുകളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സന്തോഷമില്ലാണ്ടിരിക്കുക. നമുക്ക് കൃഷീനെ സ്നേഹിക്കണ ആരാണെങ്കിലും ഇതുപോലെയൊക്കെ ഇത്രയും നന്നായി വളർന്ന് ഇതൊക്കെ നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഞാൻ കോഴികളെ തീറ്റ കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ, കോഴികൾ തീറ്റ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെറുതെ ഇതിലിങ്ങനെ നോക്കി നിൽക്കും ഇവരെ. എന്താ അവരുടെ ഒരു മിളക് കായോ കണ്ടോ, ഇതൊക്കെ കായ്ച്ചു തുടങ്ങി. നല്ല എന്താ പറയുക, ഭയങ്കര ഒരു റിലാക്സേഷനാണ്, അത് വേണം പറയാൻ. നമുക്ക് എത്ര ജോലി ഉണ്ടെങ്കിലും എനിക്ക് സത്യം പറയുകയാണെങ്കിൽ സമയമില്ല എന്ന് തന്നെ പറയാം. എന്നാൽ കൂടി ഞാൻ ഇത് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയമുള്ളൂ. പക്ഷെ ഞാൻ വിടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം അത്രയും സന്തോഷമാണ് നമുക്കിത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടായി നിൽക്കണതും കായ്ക്കണതും ഒക്കെ കാണാനും ഇതാക്കാനും. സത്യത്തിൽ കുറേ പുല്ലൊക്കെ ഇടയിൽ വരുമ്പോൾ അത് പറിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ശീലമൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ കുമ്പിട്ടുന്നു. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നടുവൊക്കെ വേദന എടുക്കും. പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി അതൊക്കെ ചെയ്യും. പിന്നെ ഇത് നമ്മുടെ വഴുതിനിങ്ങയുടെ ഏരിയ ആണ്. വഴുതിനിങ്ങ, പിന്നെ അവിടെ ഒരു ഇതുണ്ട്, കുരുമുളകിൻ്റെ ഒരു വള്ളി പടർത്തിൻ്റെ. ഈ വഴുതിനിങ്ങ കണ്ടോ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇപ്പം വീണ്ടും ഞാൻ കണ്ടിട്ടു ഇവിടെ പെരിച്ചാഴിയുടെ ശല്യം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പേടി. കാരണം ഇവിടെ തന്നെ എത്ര വഴുതിനിങ്ങ വെച്ചത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു 6 കടയാണുള്ളത്. പക്ഷേ ഇതാണ് ഏറ്റവും സൂപ്പറായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ പറമ്പിലത്തെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.